ഡയറി. വാർദ്ധക്യത്തിൽ അബ്രഹാമിനും സാറയ്ക്കും ദൈവം കനിഞ്ഞു നൽകിയ മകൻ ഇസഹാക്ക്. 100 വയസ്സായ അബ്രഹാമിനും 90 വയസ്സായ സാറയ്ക്കും പിറന്ന മകനാണ് ഇസഹാക്ക്. അവരുടെ ജീവിതത്തിന്റെ സന്തോഷത്തെയും അബ്രഹാമിന്റെ വിശ്വാസത്തെയും പരീക്ഷിച്ചുകൊണ്ട് ദൈവം ഇറങ്ങി വന്നു. വാർദ്ധക്യത്തിൽ ദൈവം നമ്മോട് കാണിച്ച കരുണ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽപ്പരപ്പ് പോലെയും ഞാൻ നിനക്ക് സന്താനങ്ങൾ നൽകും. ദൈവം നമ്മോട് ചെയ്ത ഉടമ്പടി. ഈ മകനിലൂടെയാണ് ഇതൊക്കെയും സാധിക്കുക. ഈ കാണുന്ന ദേശമൊക്കെയും നിനക്കും നിന്റെ സന്തതിക്കും അവകാശമായി തരും. എന്റെ പരിചയായ ദൈവം, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം. അബ്രഹാം, ദൈവമേ കൽപ്പിച്ചാലും നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് പോകണം. മോറിയായി ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ ഒരു യാഗപീഠം ഒരുക്കണം. ആ യാഗപീഠത്തിൽ നിന്റെ മകൻ ഇസഹാക്കിനെ എനിക്കായി ഹോമയാഗം കഴിക്കണം. അയ്യോ കർത്താവേ, നീ എന്നോട് കൽപ്പിച്ച വാഗ്ദത്തങ്ങൾ, അയ്യോ ഇത് ഞാൻ സാരയോട് എങ്ങനെ പറയും? എന്റെ മകനോട് എങ്ങനെ പറയും? ദൈവമേ, നീ ചെയ്ത വാഗ്ദത്തങ്ങൾ എവിടെ? ഇല്ല ഇല്ല, ഇതൊക്കെ എന്റെ തോന്നലുകളാണ്. അല്ല അല്ല, ദൈവമൊന്നും തോന്നലല്ല, ഇത് വെറും സത്യമാണ്. അല്ല അല്ല, ഈ നിമിഷങ്ങളിൽ ഞാൻ എന്ത് ചെയ്യും? എന്റെ മകനെ കൊണ്ട് ഇങ്ങോട്ടെങ്കിലും ഓടി ഒളിച്ചാലോ? ഇല്ല, സർവപ്രപഞ്ചത്തിലും മുഴുകി നിൽക്കുന്ന ദൈവത്തിന്റെ കണ്ണു മറച്ച് ഞാൻ എവിടെയും ഓടിപ്പോകാനാ. ഞാൻ ഇതാ അനുസരിക്കുന്നു. ദൈവമേ, കഴിവെടുത്ത് തോപ്പിട്ടോ? യാഗത്തിനുള്ള വിറകും കീറി യാത്രയ്ക്ക് തയ്യാറായിട്ടോ? മോറിയ ദേശത്തേക്ക്. ഇസഹാക്ക് ദൈവത്തിന്റെ മകനല്ലേ? ദൈവം തന്നതല്ലേ? അവരുമായി ചെന്ന് ഹോമയാഗം കഴിക്കണം. അതിന് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? സന്തോഷം. മകനെ നന്നായി നോക്കിക്കൊള്ളണം. മകനെ നന്നായി പ്രാർത്ഥിച്ചിട്ട് വേണം ഹോമയാഗം അർപ്പിക്കാൻ.
എന്റെ കൈ നന്നായി പിടിച്ചുകൊള്ളണം. നിങ്ങൾക്കറിയാമല്ലോ, അവനില്ലാതെ എനിക്ക് ഇരിക്കാൻ കഴിയുകയില്ല. അവനെ നന്നായി സൂക്ഷിച്ചു കൊള്ളണം. രാവിലെ പത്തേരുടെ പോകുന്നു. ആരുടെ പ്ലസ് ചേട്ടായി നിങ്ങൾ ദാസന്മാർ കഴുതേമാടിയുടെ നിൽപ്പിൽ ഞാനും പകരും അവിടത്തോളം പോയി യാഗം കഴിച്ച് മടങ്ങി വരാം. ഓമയാഗത്തിലുള്ള ആട്ടിൻകുട്ടിയെ ദൈവം കരുതിക്കൊള്ളും മകനെ. നൂറാം വയസ്സിൽ ദൈവം ഒരിക്കലും മകനെ തരുമെന്നും സാറ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമെന്നും ദൂതന്മാർ പറഞ്ഞപ്പോൾ സാറ ചിരിച്ചു. ഞാനും വിശ്വസിച്ചില്ല. ദൈവം വാക്ക് പാലിച്ചു. നീ അബ്രഹാമിന്റെയും സാറയുടെയും മകനല്ല, നീ ദൈവത്തിൻ്റെതാണ്. ഈ സമസ്തവും നിർമ്മിച്ചെടുക്കുന്നവർ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. മനസ്സിലാകുന്നുണ്ടോ മകനെ? നീ ദൈവത്തിന്റെ അവകാശിയാണ്. ദൈവം നിന്നെ ചോദിച്ചാൽ നീ തന്ന മകനെ ഇതാ അങ്ങേക്കായി സമർപ്പിക്കുന്നു. കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്. നിന്റെ ഏകജാതനായ പുത്രനെ ഇപ്പോഴും നീ തരാൻ മടിക്കായതുകൊണ്ട് നീ എന്നെ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നീ മകനേക്കാൾ മറ്റെന്തിനേക്കാൾ എന്നെ സ്നേഹിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ലോകാവസാനം വരെ നീ മരിക്കപ്പെടും. ശത്രുവിന്റെ സകല കവാടങ്ങളും നിന്റെ സന്തതി പിടിച്ചടക്കും.